വികസന പ്രവർത്തനങ്ങളുടെയും ക്ഷേമ പ്രവർത്തനങ്ങളുടെയും നേട്ടങ്ങൾ അനുഭവിക്കുന്നവർ അവർ ഈ സർക്കാരിന്റെ PR ആണ്. പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ അവർക്ക് അവർ സാമ്പത്തിക താങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതെ 12 പേരെ എടുത്താൽ അതിലൊരാൾക്ക് സൗജന്യ ചികിത്സ കിട്ടുന്ന സംസ്ഥാനമാണ് കേരളം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പ്രവർത്തകരും അനുഭാവികളുമാണ് PR. താലി കെട്ടി മാലയിട്ട് പുറത്തിറങ്ങുമ്പോൾ തന്നെ വിവാഹ സർട്ടിഫിക്കറ്റ് ഓൺലൈനിൽ കിട്ടുന്ന ഒരു രീതി ലോകത്ത് എവിടെയെങ്കിലും നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ? സർ, SFIയുടെ ക്യാപ്സ്യൂളുകൾ ഭരിക്കുന്ന സൈബർ ഇടം പിണറായി സർക്കാരിന്റെ കൃത്യമായി PR വർക്ക് കൊണ്ട് മാത്രം നിലനിൽക്കുന്ന ഒരു സർക്കാരായി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നിലവിൽ ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ PR ഇല്ലെങ്കിൽ പിണറായി സർക്കാർ നിലം പതിക്കുമെന്ന നിലയിലേക്കാണ് കിടക്കുന്നത്. ഇത്തരം പരാമർശങ്ങളോട് എങ്ങനെയാണ് പ്രതികരിക്കാൻ പറ്റുക? പിണറായി സർക്കാരിന്റെയും LDF സർക്കാരിന്റെയും എല്ലാം PR എന്ന് പറയുന്നത് ഈ സംസ്ഥാനത്തെ ജനങ്ങളാണ്. സംസ്ഥാനത്തെ മാത്രമല്ല, കാരണം ലോകത്തെവിടെ ചെന്നാലും മലയാളികളുണ്ട്, വിദേശത്ത് ജോലി ചെയ്യുന്ന നിരവധി മലയാളി സുഹൃത്തുക്കളുണ്ട്. ഇവരെല്ലാം ഈ ഗവൺമെന്റിന്റെ PR ആണ്. കാരണം വികസന പ്രവർത്തനങ്ങളുടെയും ക്ഷേമ പ്രവർത്തനങ്ങളുടെയും നേട്ടങ്ങൾ അനുഭവിക്കുന്നവർ അവർ ഈ സർക്കാരിന്റെ PR ആണ്. സർക്കാർ തങ്ങൾക്ക് കിട്ടിയ നേട്ടങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാനും അത് അംഗീകരിക്കാനും തയ്യാറാകുന്നവരാണ്. ഇപ്പൊ ഇങ്ങോട്ട് ചോദിച്ച ചോദ്യത്തിൽ തന്നെ SFIയുടെ PR എന്ന രൂപ ക്യാപ്സൂൾ അതങ്ങനെ ഒന്നും കാണേണ്ടതില്ല. ഇപ്പൊ ഈ കേരളത്തിലെ ജനസംഖ്യ 3.5 കോടിയാണ്. ആ 3.5 കോടിയിൽ 6 പേരെ എടുത്താൽ അതിലൊരാൾക്ക് പെൻഷൻ കിട്ടുന്നു, സൗജന്യ പെൻഷൻ കിട്ടുന്നു. 3.5 കോടി ജനം, 64 ലക്ഷം പേർക്ക് പെൻഷൻ. അപ്പൊ 6 പേരെ എടുത്താൽ അതിലൊരാൾക്ക് പെൻഷനാണ്. ഈ പെൻഷൻ കിട്ടുന്ന കാരണം UDFന്റെ കാലത്ത് 600 രൂപയായിരുന്നു പെൻഷൻ. അവസാനത്തെ 18 മാസം കുടിശ്ശികയായിരുന്നു. ആ 600 1600 32 ലക്ഷം പേർക്ക് കൊടുത്ത പെൻഷൻ 64 ലക്ഷമായി, ഇരട്ടിയിലധികമായി. അതുപോലെ തന്നെ സൗജന്യ ചികിത്സ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ കിട്ടുന്ന സംസ്ഥാനം കേരളമാണെന്ന് നിർമ്മല സീതാരാമൻ, കേന്ദ്ര ധനകാര്യമന്ത്രിയാണ് 3 മാസങ്ങൾക്ക് മുമ്പ് ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ പ്രഖ്യാപിച്ചത്. അത് കൃത്യമായിട്ടൊരു കാര്യമാണ്. പക്ഷെ നമ്മൾ നിലവിൽ ഇപ്പോഴും മെഡിക്കൽ കോളേജിലേക്ക് ചെല്ലുകയാണെങ്കിൽ അവിടുത്തെ അത്ര ചികിത്സ സുഖപ്രദമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന ഒരാളും പറയില്ല മെഡിക്കൽ കോളേജിലേക്ക് അത്രയും നല്ലൊരു ചികിത്സയാണ്, അല്ലെങ്കിൽ അത്രയും ബുദ്ധിമുട്ടില്ലാതെ അവർക്ക് അവിടുന്ന് ചികിത്സ കിട്ടുന്നുണ്ടെന്ന് പറയാൻ പറ്റില്ല. ഞാൻ അതിലേക്ക് വരാം. ഇപ്പോ 12 പേരെ എടുത്താൽ അതിലൊരാൾക്ക് സൗജന്യ ചികിത്സ കിട്ടുന്ന സംസ്ഥാനമാണ് കേരളം. അതെ. അതുപോലെ തന്നെ ചികിത്സയ്ക്ക് വേണ്ടി മാറ്റിവെച്ച പണം, ആ കൃത്യം 30,000 കോടി രൂപയാണ് സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടി ഗവൺമെന്റ് മാറ്റിവെച്ചത്. ഇതിൽ നിന്നെല്ലാം സൂചിപ്പിക്കുന്നത് ഇതിന്റെ ഒരു ഗുണം കിട്ടുന്ന ഗുണഭോക്താക്കൾ കേരളത്തിലെ ജനങ്ങളാണ്. അപ്പോൾ ഏറ്റവും മികച്ച ചികിത്സ, അതുപോലെ കൂടുതൽ ആളുകൾക്ക് ചികിത്സ. ഇപ്പൊ സർക്കാർ ആശുപത്രിയിലേക്ക് പോയാൽ അവിടുത്തെ ക്യൂവും സംവിധാനം എല്ലാം കാണാം. കൂടുതൽ ആളുകൾ സർക്കാർ ആശുപത്രി അപ്രോച്ച് ചെയ്യാൻ കാരണം എന്താ? കാരണം സ്വകാര്യ ആശുപത്രികളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ മികച്ച ചികിത്സ തുക ചെലവില്ലാതെ കിട്ടുന്നു എന്നതുകൊണ്ടാണ്. മികച്ച ചികിത്സയോടൊപ്പം തന്നെ അവർക്ക് ആ ഒരു സാമ്പത്തിക സ്ഥിതി, പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ അവർക്ക് ആ ഒരു സാമ്പത്തിക സ്ഥിതി താങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതെ. ഇവിടെ അപ്പൊ അതനുസരിച്ച് എണ്ണം കൂടും, അതിനനുസരിച്ച് സൗകര്യവും കൂട്ടണം. ആ സൗകര്യം കൂടുന്തോറും വീണ്ടും എണ്ണം കൂടും, പിന്നെ സൗകര്യം കൂട്ടണം. അപ്പൊ അങ്ങനെ റൊട്ടേഷൻ അനുസരിച്ച് വരികയാണ്. ഇപ്പൊ 9 കൊല്ലമായിട്ട് വന്ന ഇപ്പൊ ചിറ്റൂർ ഒരു ഹോസ്പിറ്റൽ, സർക്കാർ ആശുപത്രി, താലൂക്ക് ആശുപത്രിയാണ്. 9 നിലയുള്ള കെട്ടിടവും അവിടുത്തെ ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഒക്കെ പടം. ഇപ്പൊ ഏറ്റവും വിവാദമായി വന്നത് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു കെട്ടിടം തകർന്നു. അവിടെ പുതുതായി നിർമ്മിച്ച് പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യാൻ കാത്തു നിൽക്കുന്ന ആ കെട്ടിടത്തിന്റെ സൗകര്യങ്ങളെ കുറിച്ച് നമ്മൾ കണ്ടല്ലോ. എത്ര മികച്ച സൗകര്യമാണ്. ഡിലേ വന്നു അതിന്റെ, എന്നിരുന്നാലും നമുക്കറിയാം അതിന്റെ സാഹചര്യം. അപ്പൊ അത്തരത്തിലൊരു സാഹചര്യമാണ്. അപ്പോൾ നേട്ടങ്ങളുടെ ഗുണഫലങ്ങൾ കിട്ടുന്നവർ, ആ കുടുംബാംഗങ്ങൾ, അതുപോലെ തന്നെ പലതരത്തിൽ ഗവൺമെന്റിനപ്പുറം ഇപ്പൊ 10 കോടി രൂപ വരെയുള്ള ഒരു വ്യവസായം തുടങ്ങാൻ ഒരു ഓഫീസിലും പോകേണ്ടതില്ല. 2 മിനിറ്റ് കൊണ്ട് അതിന്റെ അനുവാദം കിട്ടും. കാരണം ഒരു ആപ്ലിക്കേഷൻ കൊടുത്ത് ക്ലിക്ക് ചെയ്താൽ കിട്ടും. അതുപോലെ തന്നെ അതിൻ്റെതായിട്ടുള്ള മൊത്തത്തിൽ വരുന്ന മാറ്റങ്ങൾ നമ്മൾ കാണുകയാണ്. എല്ലാം സർവീസായി മാറി. സർക്കാർ ഓഫീസുകളിൽ പോയി പണ്ടത്തെ കൂട്ടുള്ള നൂലാമാലകളിലൂടെ കടന്നു പോകേണ്ട അവസ്ഥയില്ല. ആപ്ലിക്കേഷൻ ഓൺലൈൻ. വിവാഹം കഴിച്ച് താലി കെട്ടി മാലയിട്ട് പുറത്തിറങ്ങുമ്പോൾ തന്നെ വിവാഹ സർട്ടിഫിക്കറ്റ് ഓൺലൈനിൽ കിട്ടുന്ന ഒരു രീതി ലോകത്ത് എവിടെയെങ്കിലും നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ? അപ്പം അത്തരത്തിലെല്ലാം ഈ ഒരു ഏറ്റവും ആധുനിക നിലവാരത്തിലേക്ക് മാറുന്നു. ഇത് ജനം ചർച്ച ചെയ്യുന്നു. ഇതുതന്നെയാണ് ഈ ചരിത്രത്തിലാദ്യമായി ഭരണ തുടർച്ചയിലേക്ക് ഈ ഗവൺമെന്റിനെ നയിക്കാനും കാരണമായത്. വാക്ക് കൃത്യമായി പറയുന്നു, ആ വാക്ക് കൃത്യമായി പാലിക്കുന്നു, പാലിച്ച കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നു. ആ ജനം ആ നിലപാടിനോടൊപ്പം നിൽക്കുന്നു. ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ LDFന്റെ ഭാഗമായി, UDFന്റെ ഭാഗമായി, NDAയുടെ ഭാഗമായിട്ടുള്ളവരുണ്ട്. പക്ഷെ ഒരു 10% ആളുകൾ കൃത്യമായ രാഷ്ട്രീയ കാഴ്ചപ്പാടില്ലാതെ ഇത്തരത്തിലുള്ള ശരിയുടെ നിലപാട് സ്വീകരിക്കുന്നത്, അതായത് ഗവൺമെന്റിന്റെ നേട്ടങ്ങളും ഒക്കെ കൃത്യമായിട്ട് പരിശോധിക്കുന്ന ഒരു ടീമുണ്ട്, നമുക്കറിയാം. അപ്പം അത്തരത്തിൽ വരുമ്പോൾ കൂടുതൽ ആളുകൾ ഈ ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കൊപ്പം നിൽക്കുന്നത് അതൊരു PR വർക്കായിട്ടല്ല കാണേണ്ടത്. ഇപ്പോൾ ത്രിപുരയിൽ തെരഞ്ഞെടുപ്പിൽ BJP ജയിച്ചപ്പോൾ അമിത്ഷാ പറഞ്ഞ വാചകമുണ്ട്, ഞങ്ങൾക്ക് ത്രിപുരയിൽ സംഘടനയില്ല, പക്ഷെ ഞങ്ങൾക്ക് വാട്സപ്പ് സംഘടനയുണ്ടെന്ന്. ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് BJPയുടെ
IT സെല്ലിൻ്റെ പ്രവർത്തനം, അടുത്ത കാലത്തായി കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്ന കനകോലുവിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന വലിയ തരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്രവർത്തനം ഒക്കെ ഉണ്ട്, PR വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പ്രവർത്തകരും അനുഭാവികളുമാണ് PR. അവർ ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങൾ അത് തന്നെയാണ് ജനങ്ങൾക്കിടയിൽ അവതരിപ്പിക്കപ്പെടുന്നത്. അതിനാണ് കൂടുതൽ അംഗീകാരം കിട്ടുന്നത്. അതിനുവേണ്ടി മറ്റു തരത്തിലുള്ള ഒരു അംഗീകാരമില്ല. ഒരു തരത്തിലുള്ള SFIയുടെ ക്യാപ്സൂളും ഇല്ല, DYFIയുടെ ക്യാപ്സൂളും ഇല്ല. ഞങ്ങളുടെ ക്യാപ്സൂൾ എന്ന് പറയുന്നത് ശരിക്കും പാത്രം കഴുകിയും അതുപോലെ ഹോട്ടൽ നടത്തി, തട്ടുകട നടത്തി, തടി ചോന്ന്, കൂലിപ്പണി ചെയ്ത്, ഞങ്ങൾ 20 വീടെന്ന് പറഞ്ഞു, 25 വീടെന്ന് പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ 100 വീട് കൊടുക്കാൻ 2.5 കോടി രൂപ അധ്വാനിച്ചുണ്ടാക്കി കൊടുത്ത ഒരു വർക്കുണ്ടല്ലോ, അതൊരു PR വർക്കാണ്. എങ്ങനെയാണ്? ജനങ്ങളാണ് ഞങ്ങൾക്ക് ഇതിനുള്ള സഹായം തന്നെ. 1 രൂപ പണമായിട്ട് ഞങ്ങൾ വാങ്ങിച്ചില്ല. ഇതോടൊപ്പം ജനങ്ങൾ ഇറങ്ങുകയാണ്, എല്ലാ തരത്തിലുള്ള കൂലിപ്പണി ചെയ്യാൻ വേണ്ടി ജനങ്ങൾ ഇറങ്ങുകയാണ്. അത്തരത്തിൽ ചെയ്ത് ഞങ്ങൾ 100 വീട് ഗവൺമെൻറ് പണിയട്ടെ. അന്ന് ഞങ്ങൾ ഉച്ചയ്ക്ക് പ്രഖ്യാപിക്കുമ്പോൾ വൈകുന്നേരം യൂത്ത് കോൺഗ്രസ് 30 വീട് പ്രഖ്യാപിച്ചു. പക്ഷേ യൂത്ത് കോൺഗ്രസ് പിരിച്ചത് 88 ലക്ഷം രൂപ ഇപ്പോഴും അക്കൗണ്ടിൽ കിടക്കുക. പക്ഷേ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ഒരു മണ്ഡലം കമ്മിറ്റി എത്രയാണ്? 2.5 ലക്ഷം രൂപ കൊടുക്കണം. 140 മണ്ഡലം കമ്മിറ്റിയിൽ നിന്ന് 2.5 ലക്ഷം രൂപ വീതം പിരിച്ചാൽ കിട്ടുന്ന പണം എത്രയാണ്? 7 ലക്ഷം കൊടുത്ത മണ്ഡലം കമ്മിറ്റിയുടെ പ്രസ്താവനയൊക്കെ നമ്മൾ കണ്ടു. ഇപ്പോൾ അവരുടെ സംസ്ഥാന പ്രസിഡന്റിന് പോലും അവരുടെ ഒരു പഠന ക്യാമ്പിൽ പോകാൻ പറ്റാത്ത അവസ്ഥ നമുക്ക് കാണുകയാണ്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ, ജനങ്ങളോടൊപ്പം നിന്ന് പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ അടിസ്ഥാന വികസന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തി, പശ്ചാത്തല സൗകര്യങ്ങൾ ഉറപ്പുവരുത്തി, വൻകിട സംരംഭങ്ങളടക്കം, വ്യവസായ സംരംഭങ്ങളടക്കം കേരളത്തിൽ കൊണ്ടുവന്ന് വികസിത രാജ്യങ്ങളുടെ അപ്പുറത്തേക്ക് കേരളത്തെ മാറ്റാൻ വേണ്ടി നടത്തുന്ന ആത്മാർത്ഥമായിട്ടുള്ള ഇടപെടൽ, ആ ഇടപെടലിനെ PR ക്യാപ്സൂൾ എന്നാണ് നിങ്ങളെല്ലാം വിശേഷിപ്പിക്കുന്നതെങ്കിൽ അത് അങ്ങനെ തന്നെ പോകട്ടെ. ഇതെല്ലാം ജനങ്ങൾ കൃത്യമായി കാണുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. അവരുടെ അംഗീകാരം ഈ ഗവൺമെൻറ്റിനുണ്ട് എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. ഓക്കെ സർ.